മെയ്യിൽ വെയിലാണ്, ജൂണിൽ മഴയാണ്. അല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് ഈ മാസം മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ 2006 ഒരു ജൂൺ മാസം ഉണ്ടായിരുന്നു. ഈ അവഞ്ചേഴ്സ് ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പ് സ്കൂബിയും പോപ്പിയും ഒക്കെ നമ്മളെ മൊത്തത്തിൽ ഭരിച്ചിരുന്ന ഒരു മഴക്കാലം. മെയ് മാസം പകുതിയോടെ തന്നെ ടിവിയിൽ ബാഗിന്റെയും കൊടയുടെയൊക്കെ പരസ്യം വരും. അപ്പോഴേ തുടങ്ങും ഇളക്കം. സമ്മർ വെക്കേഷന്റെ വെയിൽ കൊള്ളലും ഓട്ടവും ചാട്ടവും ഒക്കെ കഴിഞ്ഞിട്ട് പുസ്തകങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ തന്നെ മൺസൂൺ ഇങ്ങോട്ട് ഇടിച്ചു കുത്തി എത്തും. ജൂൺ 1ഉം 2ഉം കളർ ഡ്രസ്സാണ്. പക്ഷെ 3-ാം തീയതി മുതൽ കഥ മാറും. തലേ ദിവസം വൈകുന്നേരം അപ്പയുടെ കൂടെ കവലയിൽ പോയി വാങ്ങിച്ച ഓറഞ്ചോ ക്രീമോ കളറിലെ പേപ്പർ ഇട്ട് പൊതിഞ്ഞ് പുതിയ നോട്ട്ബുക്കും സ്കൂബിയുടെ ബാഗും പോപ്പിയുടെ കൊടയും പിടിച്ച് നല്ല പെരും മഴയത്ത് പുതിയ യൂണിഫോമിന്റെ സ്മെല്ലൊക്കെ ആയിട്ട് രാജകീയമായിട്ടൊരു എഴുന്നള്ളത്തുണ്ട് സ്കൂളിലേക്ക്. പിന്നെ 2 ദിവസത്തേക്ക് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ രാവിലെ ആ നനഞ്ഞ മുടിയും ഡ്രസ്സും ഒക്കെ ഒന്ന് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരുടെയും പുതിയ പുതിയ സാധനങ്ങളുടെ നൈം സ്ലിപ്പിന്റെ വരെ ഷോ കാണിക്കലാണ്. പിന്നെ അതുകൊണ്ടാന്ന് തോന്നുന്നു ഇപ്പോഴും കൂടെ പഠിച്ച ചില ആൾക്കാരുടെ പേര് പറയുമ്പോൾ അവരുടെ ചോറും പാത്രത്തിന്റെ ഷേപ്പും കളറും വരെ ചിലപ്പോൾ നമ്മളുടെ ഓർമ്മയിൽ വരും. ഇനിയിപ്പോ പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ മഴയും തവളയൊക്കെ തന്നെ ആയിരിക്കും ആദ്യത്തെ ചാപ്റ്ററിലെ മെയിൻ ആൾക്കാർ. അങ്ങനെ അടിസ്ഥാന പാഠാവലിയുടെ ടെക്സ്റ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി പിന്നെ പ്രത്യേകിച്ച് പുതിയതൊന്നും കിട്ടാനില്ല. ഈ അവധിക്കാലത്തിന്റെ കുത്തിമറിച്ചിലൊക്കെ കഴിഞ്ഞ് നല്ല പേരും മഴയത്ത് പുതച്ചു മൂടി കിടക്കാതെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുറി വരച്ച് യൂണിഫോം ഇട്ട് പുട്ടും കടലയും കാപ്പിയും കുടിച്ച് മുട്ടൊപ്പം വെള്ളത്തിൽ കൊടയും പിടിച്ച് സ്കൂളിൽ പോയതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം തോന്നിയതിന് പുതിയ ബുക്കിന്റെയും ബാഗിന്റെയും യൂണിഫോമിന്റെയും സ്മെല്ലും പിന്നെ സ്കൂബി പോപ്പി അപ്സര ക്യാമൽ നടരാജ് സെല്ലോ ഗ്രിപ്പർ പിന്നെ ഡീസലിന്റെ ഒരു ബാഗൊക്കെ ഇല്ലേ, അങ്ങനെ കുറെ ഐറ്റംസിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടുകൂടെയാണ്. പിന്നെ മഞ്ഞും മഴയൊക്കെ മാറി മാറി വന്നു. ഉരലൂറി ഊഞ്ഞാലും ഒക്കെ കഴിഞ്ഞ് ഉമ്മുക്കുലുസവും ഉരുളിക്കുന്നപ്പിന്റെ ലുത്തീനയൊക്കെ വന്നു. പിന്നെ ഗുണനമായി ഹരണമായി എസിയും ഡിസിയും ന്യൂട്ടണും മഴവില്ലും ഫിലമെന്റ്സും പീരിയോഡിക് ടേബിളും ഒക്കെ കഴിഞ്ഞ് മെഡില്ല ഒബ്ലങ്കിട്ട് വരെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് പെരും മഴയത്ത് ക്ലാസ് റൂമിൽ എല്ലാരും കൂടെയുള്ള കലവിലെ സൗണ്ടിൽ ഇങ്ങനെ അടിങ്ങിയിരിക്കുമ്പോൾ ആ ചെറിയ ചൂടും ചോക്കും ബ്ലാക്ക് ബോർഡും ഡസ്റ്ററും വളഞ്ഞ ചൂരലും കണ്ണട വെച്ച ടീച്ചറും ഒന്നും ഇനി അടുത്ത ജൂൺ മാസത്തിൽ ഉണ്ടാവില്ലെന്ന്. അല്ല, അവരൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. നമ്മുടെ ക്ലാസ്സും ഡിവിഷനും റോൾ നമ്പരും നമ്മളും അടുത്ത വർഷം ഉണ്ടാവില്ലെന്ന്. ഒരു 20 ജൂൺ മാസങ്ങൾക്കിപ്പുറം 2026 നമ്മുടെ ബെഞ്ചിലിരുന്ന ആൾക്കാർ പോലും നമ്മുടെ കൈയെത്താത്ത ഒരുപാട് ദൂരത്താണ്. കാരണം ഒന്നും നമ്മുടെ സ്വന്തമല്ല. പക്ഷെ ഇപ്പോഴും സ്വന്തമായിട്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞപ്പോൾ നല്ല 4K ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റിയ ആ നിഷ്കളങ്കമായ കാലത്തിന്റെ മെമ്മറീസ്, ഓർമ്മകൾ മാത്രമാണ് പോകെ ഇങ്ങനെ നമ്മുടെ കൂട്ടിനുണ്ടാവുള്ളൂ. ഒരു നല്ല കുട്ടിക്കാലത്തിന്റെ ഓർമ്മ. ഒരു കാര്യം ചെയ്യോ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ സ്കൂളിലെ പേരും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്ലാസ്സും ഡിവിഷനും നിങ്ങൾ പഠിച്ച സ്കൂളും സ്ഥലവും ഒക്കെ ഒന്ന് കമന്റ് ആയിട്ടിടുമോ.